നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് തീരുമാനിക്കാൻ കളക്ടറുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിൽ പ്രത്യേക യോഗങ്ങൾ. കയ്യേറ്റം ഒഴിപ്പിക്കാൻ സബ് കളക്ടർ കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടു. ടൂറിസം രംഗത്ത് ജില്ലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി MM മണി. അണക്കെട്ടുകളെ ബന്ധപ്പെടുത്തിയുള്ള ഹൈഡൽ ടൂറിസം പദ്ധതികൾ വിപുലീകരിക്കും. കനത്ത വേനൽ ചൂടിൽ ഇടുക്കി ജില്ല ചുട്ടുപൊള്ളുന്നു. വരൾച്ച വർദ്ധിച്ചതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷം. തങ്കമണി വില്ലേജ് ഓഫീസ് ജീർണാവസ്ഥയിൽ. കുടിവെള്ളവും പ്രാഥമിക സൗകര്യങ്ങളുമില്ലാതെ ജനങ്ങളും ജീവനക്കാരും വലയുന്നു. വാർത്തകൾ വിശദമായി. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് തീരുമാനിക്കാൻ കളക്ടറുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേരും. ചിന്നക്കനാലിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ദേവികുളം സബ് കളക്ടർ കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടു. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ 2 ദിവസത്തിനകം പുനരാരംഭിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ചിന്നക്കനാലിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ കയ്യേറ്റമാകും ആദ്യം ഒഴിപ്പിക്കുക. ഇവിടെ വ്യാപകമായി ഭൂമി കയ്യേറി വൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിന്നക്കനാലിന് ഒപ്പം തന്നെ പാപ്പാത്തിച്ചൊലയിൽ മലമുകളിലെ കയ്യേറ്റവും ഒഴിപ്പിക്കും. ഇവിടെ സാമുദായിക സംഘടനയുടെ മറവിലാണ് കയ്യേറ്റം. മലമുകളിൽ കൂറ്റൻ കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചാണ് കയ്യേറ്റം തുടങ്ങിയത്. ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ മുമ്പ് ശ്രമം നടത്തിയെങ്കിലും ഇത് വിജയിച്ചില്ല. ഇതോടെയാണ് സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് മൂന്നാർ ദൌത്യസംഘം ചിന്നക്കനാലിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഇവിടെ വ്യാപകമായി ഭൂമി കയ്യേറ്റം നടന്നു. ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ചിന്നക്കനാലിലെ കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. CPMന്റെ കോട്ടയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് CPIയുടെ പിന്തുണയുമുണ്ട്. കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾക്ക് 20 പോലീസുകാരെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് കത്തും നൽകിയിട്ടുണ്ട്. ടൂറിസം രംഗത്ത് ജില്ലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി MM മണി. ഇടുക്കി പാർക്കിൽ നിർമ്മിക്കുന്ന എക്കോ ലോഗിന്റെയും യാത്രാനിവാസിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡാമുകളുമായി ബന്ധപ്പെടുത്തിയുള്ള ഹൈഡൽ ടൂറിസം പദ്ധതികൾ വിപുലീകരിക്കും. KSEBയുടെ ക്വാർട്ടേഴ്സുകൾ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം സാധ്യതകൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും MM മണി പറഞ്ഞു. ബോർഡിന്റെ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. അത് കുറെയെല്ലാം കയ്യേറി പോകുന്നുണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം സംരക്ഷിക്കണമെന്ന് അടുത്ത നാളിലൊരു യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രത്യേകം നോക്കാമെന്ന് ഞാൻ ബഹുമാന്യനായ MLA അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. കാരണം നമുക്കൊരു സാധ്യത കൂടുതലുണ്ട്. യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷനായിരുന്നു. ടൂറിസ്റ്റുകൾക്കായി KSEBയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇടുക്കി ഗസ്റ്റ് ഹൌസ് നിർമ്മിക്കണമെന്ന് MLA മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ആർച്ച് ഡാമിനോടനുബന്ധിച്ച് ലേസർ സൗണ്ട് ഷോ, വൈശാലി ഗുഹയോടനുബന്ധിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ അക്വേറിയം എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുമെന്ന് ജോയിസ് ജോർജ് MPയും പറഞ്ഞു. ADM KKR പ്രസാദ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജൻ, DTPC നിർവാഹക സമിതി അംഗം CV വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടിൻഡു സുഭാഷ്, ജലജ ഷാജി, ജോർജ് വട്ടപ്പാറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ ഗാന്ധിനഗർ കോളനിയിൽ ഗ്രാമസഭയും നടന്നു. ഇടുക്കി പാർക്കിൽ ചേർന്ന ഗ്രാമസഭയുടെ ഔപചാരിക ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി MM മണി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായിരുന്നു. ഗ്രാമസഭയിൽ ജോയിസ് ജോർജ് MP, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം KM ജലാലുദ്ദീൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കനത്ത വേനൽ ചൂടിൽ ജില്ല ചുട്ടുപൊള്ളുന്നു. ചൂട് വർദ്ധിച്ചതോടെ മിക്ക മേഖലകളിലും വരൾച്ച രൂക്ഷമാവുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തു. വേനൽ മഴയുടെ ഇടവേള നൽകിയ കുളിർമ മാറിയതോടെ നാട് വീണ്ടും വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. ചൂട് കൂടിയതോടെ പല മേഖലകളിലും വരൾച്ചയും അനുഭവപ്പെട്ടു തുടങ്ങി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഡിസംബർ മുതൽ തന്നെ ചൂടിന്റെ കാഠിന്യമേറിയിരുന്നു. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. 38 മുതൽ 39 ഡിഗ്രി സെൽഷ്യസാണ് തൊടുപുഴ മേഖലയിൽ അനുഭവപ്പെടുന്ന താപനില. വർഷങ്ങൾക്ക് ശേഷം ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും താപനില ഉയരുന്നത്. വേനൽ ചൂട് സഹിക്കാൻ പറ്റാതായതോടെ ആശ്വാസമായി വേനൽ മഴ എത്തിയിരുന്നു. എന്നാൽ ഇതിന് കുറവ് വന്നതോടെ വീണ്ടും വേനൽ കനത്തിരിക്കുകയാണ്. ഇതിനിടെ
പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതും ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. പകൽച്ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയാണ് കൂടുതലായും ഇത് ബാധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതാ തൊഴിലാളികൾക്കും ചൂട് ഭീഷണിയായിരിക്കുകയാണ്. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ചികിത്സ തേടിയവരും നിരവധിയാണ്. പകർച്ചവ്യാധി പിടിപെട്ട് ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയാണ് ഇത് ഏറ്റവുമധികം ബാധിച്ചിരിക്കുന്നത്. പലരും തലച്ചുമടായാണ് വെള്ളം എത്തിക്കുന്നതും. പല കുടിവെള്ള പദ്ധതികളും നിലച്ചുകഴിഞ്ഞു. വിവിധയിടങ്ങളിലെ തോടുകളിലും ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. മലയോരങ്ങളിൽ താമസിക്കുന്നവർ ഇപ്പോൾ വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലുമാണ്. തങ്കമണി വില്ലേജ് ഓഫീസ് ജീർണാവസ്ഥയിൽ. കുടിവെള്ളവും പ്രാഥമിക സൗകര്യങ്ങളുമില്ലാതെ വില്ലേജ് ഓഫീസിലെത്തുന്ന ജനങ്ങളും ജീവനക്കാരും വലയുകയാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തങ്കമണി വില്ലേജ് ഓഫീസ് കെട്ടിടം ജീർണാവസ്ഥയിലായി. തകർന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്ന് ജീവനക്കാരുടെ തലയിൽ വീഴുന്നതും പതിവായിരിക്കുകയാണ്. 3 വശവും കല്ലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ മൺകൂനയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ സൗകര്യങ്ങളും നന്നേ കുറവാണ്. ജീവനക്കാർക്ക് ഇരിക്കുവാനോ ഫയലുകൾ സൂക്ഷിച്ചു വെക്കുവാനോ ഉള്ള സൗകര്യമില്ല. സ്ത്രീകൾ ഉൾപ്പെടെ 6ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന തങ്കമണി വില്ലേജ് ഓഫീസിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതും ലജ്ജാകരമായ വസ്തുതയാണ്. ഞങ്ങളിപ്പോൾ 5-6 പേരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രാഥമിക സൗകര്യം അതാണ് തീർത്തും ബുദ്ധിമുട്ട് വരുന്നത്. പ്രാഥമിക സൗകര്യത്തിനുള്ള സൗകര്യമില്ല. വരുന്ന ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യക്കുറവ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാത്റൂം സൗകര്യമില്ല, സ്റ്റാഫിനുള്ള ബാത്റൂം സൗകര്യമില്ല. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കുടിവെള്ളത്തിനാണ്. ചോറ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് കൈ കഴുകാൻ പോലുള്ള സാഹചര്യമില്ല. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ. സംസ്ഥാനം സമ്പൂർണ്ണ ODF ആണെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ തങ്കമണി വില്ലേജ് ഓഫീസിൽ 2.5 പതിറ്റാണ്ടുകളായി കുടിവെള്ളവും കക്കൂസും ഇല്ലാതെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ദുരവസ്ഥയും അത്യന്തം കഠിനമാണ്. നിത്യേന വിവിധ ആവശ്യങ്ങൾക്കായി തങ്കമണി വില്ലേജ് ഓഫീസിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടതായി വരുന്നു. കുടിവെള്ളവും പ്രാഥമിക സൗകര്യവും ഏർപ്പെടുത്തണമെന്നും അടിയന്തരമായി വില്ലേജ് ഓഫീസ് കെട്ടിടം പുനർനിർമ്മിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. അടിയന്തരമായിട്ട് ഈ വില്ലേജ് ഓഫീസ് പുതുക്കിപ്പണിയാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ബാത്റൂമില്ല, ഒന്നുമില്ല, കുടിവെള്ളം പോലുമില്ല. അവരവസ്ഥ ഭയങ്കര ദയനീയമാണ്. സ്റ്റാഫുകളൊന്നും ആരും മോശമല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ കാണാമല്ലോ, അറിയാമല്ലോ. ഒരു ബാത്റൂമില്ല, പിന്നെ വെള്ളമില്ല, അവിടെ വന്ന് ആർക്കും ഒന്നും ഇരിക്കാനുള്ള സൗകര്യമില്ല. വൻകിട ജലവൈദ്യുതി പദ്ധതിക്കായി മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിക്കുമ്പോൾ ജില്ലയിൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ നടപടിയായില്ല. അടിമാലി വാളറ തൊട്ടിയാർ പദ്ധതിക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം. വൈദ്യുതി ക്ഷാമം രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും പലതും പ്രവർത്തനക്ഷമമായിട്ടില്ല. 2010 ആരംഭിച്ചതാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോസ്റ്റൽ പ്രൊജക്ട്സ് ലിമിറ്റഡിനായിരുന്നു KCB തൊട്ടിയാർ പദ്ധതിയുടെ നിർമ്മാണ കരാർ. 2009 48 മാസത്തെ കാലാവധി നിശ്ചയിച്ച് 200 കോടിയോളം രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചിരുന്നത്. നിശ്ചിത കാലാവധിയും കഴിഞ്ഞ് 3 വർഷത്തോളം എത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി പോലും പൂർത്തീകരിക്കാൻ ഇവർക്കായില്ല. തുടർന്ന് ഇവർ നിർമ്മാണ കരാറിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അന്താരാഷ്ട്ര ടെൻഡർ വിളിക്കുന്നതിന് വൈദ്യുത വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നു. കൊച്ചി മധുര ദേശീയപാതയോരത്തെ വാളറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം നീണ്ടപാറ സബ്സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന പവർ ഹൗസിൽ എത്തിച്ച് 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തൊട്ടിയാർ പദ്ധതി. 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തൊട്ടിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് മുടങ്ങിക്കിടക്കുകയാണ്. പകുതിയോളം പണി പൂർത്തീകരിച്ച ഈ പദ്ധതി കല്ലാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും അതുപോലെ തന്നെ നമ്മുടെ മാങ്കുളം പ്രോജക്റ്റും സർക്കാർ നടപ്പാക്കിയാൽ തന്നെ ആവശ്യത്തിനുള്ള വൈദ്യുതി കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന ആതിരപ്പള്ളി പദ്ധതിക്കാളും കൂടുതൽ വൈദ്യുതി ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതേസമയം പള്ളിവാസൽ എക്സ്റ്റൻഷൻ തൊട്ടിയാർ പദ്ധതികൾ പൂർത്തീകരിക്കുവാനും മാങ്കുളം അപ്പർ ചെങ്കുളം പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും ബജറ്റിൽ തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇടമലക്കുടി വനമേഖലയിൽ നടക്കുന്ന വൈദ്യുതീകരണ പദ്ധതി ഉൾപ്പെടെയുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്ന് കാണിച്ച് CCF സർക്കാരിന് റിപ്പോർട്ട് നൽകി. അഡീഷണൽ പ്രിൻസിപ്പൽ CCF പ്രകൃതി ശ്രീവാസ്തവയാണ് വനനിയമങ്ങൾ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുടെ ഭാഗമായി വനാന്തര പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള വൈദ്യുതീകരണ ജോലികൾ നടന്നു വരികയാണ്. വനത്തിലൂടെ 13.5 കിലോമീറ്റർ ദൂരം ഭൂഗർഭ
കേബിളുകൾ സ്ഥാപിച്ചാണ് ഇടമലക്കുടിയിൽ വൈദ്യുതി എത്തിക്കുന്നത്. കഴിഞ്ഞ 4 പ്രകൃതി ശ്രീവാസ്തവ ഇവിടെ നടത്തിയ സന്ദർശനത്തിൽ ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് ട്രഞ്ചുകൾ കുഴിക്കുന്നത് വനനശീകരണത്തിന് കാരണമാവുന്നതായി ചൂണ്ടിക്കാട്ടുന്നു. വലിയ മണ്ണ് നീക്കി യന്ത്രങ്ങൾ കാട്ടിനുള്ളിൽ എത്തിച്ചാണ് ട്രഞ്ച് കുഴിക്കുന്നത്. ഇവരുടെ സന്ദർശനത്തിനിടെ 4 യന്ത്രങ്ങൾ അന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും കരാറുകാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ട്രഞ്ച് കുഴിക്കലിനെ തുടർന്ന് നിലവിലെ റോഡിന്റെ വീതി വൻതോതിൽ കൂടിയതായും വനം നശിപ്പിക്കുവാൻ ഇടയായതായും ഇവർ റിപ്പോർട്ടിൽ പറയുന്നു. 0.9 ഹെക്ടർ സ്ഥലത്ത് ട്രഞ്ച് കുഴിക്കാൻ മാത്രമാണ് DFO അനുമതി നൽകിയിരുന്നത്. യന്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ അനുമതി നൽകിയിരുന്നുമില്ല. ഇടമലക്കുടിയിലേക്ക് വനത്തിലൂടെ റോഡ് നിർമ്മിച്ചത് 2006 വനാവകാശ നിയമപ്രകാരം അനുമതി വാങ്ങാതെയാണെന്നും പ്രകൃതി ശ്രീവാസ്തവയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രഞ്ച് കുഴിക്കുന്നതുൾപ്പെടെ ഇവിടെ നടത്തുന്ന മുഴുവൻ നിർമ്മാണ ജോലികളും നിർത്തിവെക്കുവാനും ഇവർ ശുപാർശ ചെയ്യുന്നു. വേനലവധി ആഘോഷിക്കാൻ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ രാജമലയിലും മാട്ടുപ്പെട്ടിയിലുമാണ് കൂടുതലും തിരക്ക് അനുഭവപ്പെടുന്നത്. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ രാജമലയിൽ വരയാടുകളെ കാണാൻ രാവിലെ മുതൽ ടൂറിസ്റ്റുകളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. മൂന്നാർ ഉടുമൽപേട്ട റോഡിൽ 5-ാം മൈലിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണ് റോഡിന് ഇരുവശത്തും. 5-ാം മൈലിലെത്തുന്ന സഞ്ചാരികളെ വനം വകുപ്പിന്റെ വാഹനത്തിലാണ് രാജമലയിലേക്ക് കൊണ്ടുപോകുന്നതും. രാജമലയിലെ ടിക്കറ്റ് കൗണ്ടറിൽ പുലർച്ചെ മുതൽ ടൂറിസ്റ്റുകളുടെ നീണ്ട നിരയാണ്. സഞ്ചാരികളുടെ അടുത്തെത്തുന്ന വരയാടുകളും കുട്ടികളും ടൂറിസ്റ്റുകളിൽ കൗതുകം ഉണർത്തുന്നു. വരയാടുകളുടെ പ്രസവം മുൻനിർത്തി ഫെബ്രുവരി 1 മുതൽ 2 മാസത്തേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 11 മുതൽ വീണ്ടും രാജമല സന്ദർശകർക്കായി തുറന്നു നൽകി. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഏകദേശം 7500ഓളം സഞ്ചാരികളാണ് രാജമല സന്ദർശിച്ചത്. സ്കൂളുകൾക്ക് അവധിയായതിനാൽ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. രാമക്കൽമേട് ടൂറിസം വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന് പൗരസമിതി ആവശ്യപ്പെട്ടു. രാമക്കൽമേടിന്റെ സമഗ്ര വികസനത്തിനായി പദ്ധതി തയ്യാറാക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാമക്കൽമേട്. മൂന്നാറിലും തേക്കടിയിലും എത്തുന്ന ടൂറിസ്റ്റുകൾ രാമക്കൽമേട് കൂടി സന്ദർശിച്ചാണ് മടങ്ങാറുള്ളത്. രാമക്കൽമേട് ടൂറിസത്തിന്റെ പ്രധാന പ്രതിസന്ധിയായിരുന്ന ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സ്ഥലം MLA കൂടിയായ മന്ത്രി MM മണിയുടെ ശ്രമഫലമായി കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡ് മേജർ ജില്ലാ റോഡാക്കി ഉയർത്തുകയും ഇതിന് 142 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിനായി വീണ്ടും 30 കോടി രൂപ വിവിധ പദ്ധതികൾക്ക് ഗവൺമെന്റ് അനുവദിച്ചെങ്കിലും ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിന് കരുണാപുരം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ഇനിയും തയ്യാറായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻ സെന്റർ കാട് കയറി നശിക്കുകയാണ്. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ കിഴക്ക് ഭാഗം മുഴുവൻ തമിഴ്നാട് മലനിരകളാണ്. തമിഴ്നാടുമായി ചേർന്ന രാമക്കൽമേട്ടിൽ നിന്ന് കോമ്പയിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കിയാൽ വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും 2 സംസ്ഥാനങ്ങളെ തമ്മിൽ ടൂറിസവുമായി ബന്ധിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാണെന്നും പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവ് വളരെ ഗൗരവമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഏതൊരു പ്രദേശത്തെയും ടൂറിസം വികസനത്തിനോ മറ്റേത് കാര്യത്തിൻ്റെ വികസനത്തിനാണെങ്കിലും സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കുറേ സ്ഥലം കണ്ടെത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി ഭാവിയിൽ അവിടുത്തെ ടൂറിസം വികസനത്തിൻ്റെ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ജനകീയമായി നടപ്പാക്കുന്നതിനും സുതാര്യമായി നടപ്പാക്കുന്നതിനും വേണ്ടി രാമക്കൽമേട് പ്രദേശത്തെ ജനങ്ങളുടെ ആകെ പ്രതിനിധികളായി അവിടെ ഒരു പൗരസമിതി കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിട്ടുണ്ട്. നാളെ നടക്കാൻ വേണ്ടി പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ടൂറിസം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട ടൂറിസം ഇടപെടൽ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ പ്രവർത്തനം രാമക്കൽമേട് പൗരസമിതിയുടെ ഭാഗമായി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഇക്കോ ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും കൂടുതൽ ഊന്നൽ നൽകണം. രാമക്കൽമേടിന്റെ സമഗ്ര വികസനത്തിനായി രാമക്കൽമേട്ടിൽ പൗരസമിതി രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G ഗോപകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാമക്കൽമേടിന്റെ സമഗ്ര വികസനത്തിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് നൽകാൻ പൗരസമിതി യോഗം തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് G ഗോപകൃഷ്ണൻ, PS ഷംസുദ്ദീൻ, EK രാജപ്പൻ, KS രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി അണക്കെട്ട് സന്ദർശിക്കുന്നതിനിടെ സഞ്ചാരികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റു. കുട്ടികൾ ഉൾപ്പെടെ 48 പേർക്കാണ് ആക്രമണം ഏറ്റത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനം നടത്തിയ വിനോദസഞ്ചാരികൾക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. ചെറുതോണി അണക്കെട്ടിൽ മധ്യഭാഗത്തായി ഷട്ടറിനോട് ചേർന്ന് കൂടുകൂട്ടിയിരുന്ന തേനീച്ചക്കൂട്ടമാണ് ആക്രമണം നടത്തിയത്. മലപ്പുറം സ്വദേശികൾ ഉൾപ്പെടെ 42 പേർക്ക് കുത്തേറ്റു. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. സമീപ വർഷങ്ങളിലെല്ലാം അണക്കെട്ട് സന്ദർശിക്കുന്നവർക്ക് തേനീച്ച കുത്തേക്കുന്നത് പതിവാണ്.
ഈ നില തുടർന്നാൽ ഇവിടേക്ക് സന്ദർശകരെത്തുന്നത് കുറയും. സഞ്ചാരികൾക്ക് പ്രവേശന അനുമതി ഉള്ളിടത്ത് തേനീച്ചകൾ കൂടുകൂട്ടുന്നത് നശിപ്പിക്കുവാൻ അധികൃതർ തയ്യാറായാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. കട്ടപ്പന ആക്ടിന്റെ നേതൃത്വത്തിൽ അഭിനയ പരിശീലന കളരിക്ക് കട്ടപ്പനയിൽ തുടക്കമായി. കട്ടപ്പന ദീപ്തി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ഒരാഴ്ചത്തെ പരിശീലന കളരി സംഘടിപ്പിച്ചിരിക്കുന്നത്. കല, അഭിനയരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഹൈറേഞ്ചിലെ വിദ്യാർത്ഥികളെ അഭിനയ കലകളുടെ ബാലപാഠം അഭ്യസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കട്ടപ്പന ആക്ടിന്റെ നേതൃത്വത്തിൽ അഭിനയ പരിശീലന കളരി സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പന ദീപ്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച പരിശീലന കളരി നാടകരചയിതാവ് KC ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ബന്ധം, നിങ്ങളുടെ ആദ്യം ഒരു സ്റ്റോറി നമ്മളുടെ മനസ്സിലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണോ അതോ കുറേ പരിശീലനത്തിന് ശേഷം ആ ഒരു സ്റ്റോറി ശരീരത്തിലൂടെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണോ എന്നുള്ള ആ ശരീരവും മനസ്സുമായിട്ടുള്ളൊരു ബന്ധം ഗാഢമാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിശീലന കളരിയുടെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കളരിയിൽ അഭിനയത്തിന് പുറമെ വ്യക്തിത്വ നവീകരണത്തിനും ഊന്നൽ നൽകുന്നു. ഭയം, ഉത്കണ്ഠ, സഭാകമ്പം, പെരുമാറ്റ വൈകല്യങ്ങൾ തുടങ്ങി മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പരിശീലനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UKG മുതൽ +2 വരെയുള്ള കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മത്സരയോഗ്യമായ ഓരോ മോണാക്റ്റും സൗജന്യമായി പഠിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ MC ബോബൻ അധ്യക്ഷത വഹിച്ചു. MJ ആന്റണി, EJ ജോസഫ്, ജോസ് വെട്ടിക്കുഴ എന്നിവർ സംസാരിച്ചു. 22-ാം തീയതി വരെ നടക്കുന്ന കളരിയുടെ സമാപന സമ്മേളനത്തിൽ സിനിമ, നാടക നടൻ MC കട്ടപ്പന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. നാടക പ്രവർത്തകരായ EJ ജോസഫ്, കാഞ്ചിയാർ രാജൻ, ജോസ് വെട്ടിക്കുഴ, MJ ആന്റണി, ജോസഫ് ചിലമ്പൻ, MC ബോബൻ, KC നാരായണക്കുറുപ്പ്, അനിൽ K ശിവറാം തുടങ്ങിയവർ ഒരാഴ്ചത്തെ പരിശീലന കളരിയിൽ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. സമാപന ദിവസം കുട്ടികളുടെ നാടകത്തിനുള്ള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പോത്തുങ്കണ്ടം SNUP സ്കൂളിന്റെ കുളം കുട്ടികളോട് പറഞ്ഞത് എന്ന നാടകവും സംസ്ഥാന വിജയികൾ അവതരിപ്പിക്കുന്ന മോണോ ആക്ടും ഉണ്ടായിരിക്കുമെന്നും ആക്ട് ഡയറക്ടർ GK പന്നാങ്കുഴി അറിയിച്ചു. ഇടുക്കി ചേലച്ചുവടിൽ സാമൂഹ്യ വിരുദ്ധർ പലചരക്ക് കടയ്ക്ക് തീയിട്ടു. തലനാരിഴയ്ക്ക് വൻ അപകടവും നാശനഷ്ടവും ഒഴിവായി. ചേലച്ചുവട് കട്ടിങ്ങൽ സ്വദേശി ഇറക്കുഴി അജിയുടെ പലചരക്ക് കടയ്ക്കാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. ഇന്നലെ രാത്രിയിലാണ് കടയ്ക്ക് മണ്ണെണ്ണയൊഴിച്ച് തീയിട്ടത്. കടയിൽ ഉണ്ടായിരുന്ന 2 ചാക്ക് അരിയും പലചരക്ക് സാധനങ്ങളും കത്തിനശിച്ചു. മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടെങ്കിലും തീ കെട്ടുപോയതുകൊണ്ട് വൻ അപകടവും നാശനഷ്ടവും ഒഴിവായി. 7 മണിക്ക് ശേഷം കട തുറന്നു. വൈകുന്നേരം രാത്രി 9 മണിക്ക് ശേഷമാണ് കട അടച്ചത്. അതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. രാത്രി എപ്പോഴും മനഃപൂർവ്വം ആളുകൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കാൻ ശ്രമിച്ചതാണ്. കഞ്ഞിക്കുഴി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഉപ്പുതറയിൽ ഗ്രാമ സഹവാസ പരിശീലന പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സജിമോൻ ടൈറ്റസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം എന്ന് വെച്ചാൽ ഇവർ മന്ത്രിയുടെ പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആരംഭത്തിൽ മാടവനോട് പറഞ്ഞ് കൃഷിമന്ത്രി ഞങ്ങളന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആര് വന്നാലും നമ്മൾ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതിന് എത്രമാത്രം മാറ്റുകൂട്ടാൻ കഴിയുമോ ആ തരത്തിലല്ല നമ്മളത് ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സംഘടിപ്പിക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളായണി കാർഷിക സർവകലാശാലയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഗ്രാമവാസ പരിശീലന പരിപാടിക്കായി തെരഞ്ഞെടുത്തത് ഉപ്പുതറ വില്ലേജിനെയാണ്. കാർഷിക കോളേജിലെ വിദഗ്ധരും വിദ്യാർത്ഥികളും 10 ദിവസം ഇവിടെ താമസിച്ച് കർഷകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഉപ്പുതറയിലെ സമഗ്ര വികസന പ്രശ്നങ്ങളും സാധ്യതകളും വിലയിരുത്തി വികസനരേഖ പഞ്ചായത്തിന് കൈമാറുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക ക്ലിനിക്കുകൾ, പ്രദർശനങ്ങൾ, വിള മത്സരങ്ങൾ, മൃഗപരിശീലന പരിപാടികൾ, കർഷക പരിശീലന ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിക്കും. ഇതിനായി 100 വിദ്യാർത്ഥികളാണ് എത്തുന്നത്. മെയ് മാസം 21 മുതലാണ് ക്യാമ്പ് ആരംഭിക്കുന്നത്. ക്യാമ്പിൽ മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റി രൂപീകരിച്ചു. സ്വാഗത കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ഉപ്പുതറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A അനിൽകുമാർ പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ സീമ, ഡോക്ടർ ശ്രീദയ, കട്ടപ്പന അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ AT തോമസ്, KK ദിവാകരൻ, TG ആര്യാമ്പ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, കാഞ്ചിയാർ സെന്റ് മേരീസ് പള്ളി, SNDP, NSS, വ്യാപാരി വ്യവസായികൾ, എക്സ് സർവീസ്മെൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണം നടന്നത്. മണ്ണ് സ്വീകരിക്കാത്തത് മനുഷ്യൻ സ്വീകരിക്കരുത് എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ശുചീകരണ പ്രവർത്തനം നടത്തിയത്.
നരിയമ്പാറ മുതൽ ലെപ്പക്കട വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും റോഡിലേക്ക് പടർന്നു നിന്നിരുന്ന കാടുകൾ വെട്ടി നീക്കുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് നിർവഹിച്ചു. ഈ ഒരു സന്ദേശവും ഇടപെടലും നമ്മുടെ പൊതുസമൂഹത്തിന് മാതൃകയായി നമ്മളുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കാൻ കഴിയുന്നതുപോലെ ആരോഗ്യവും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പും അത് നമുക്കും വരും തലമുറയ്ക്കും ഏറ്റവും അനിവാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ കാഞ്ചിയാർ പള്ളിക്കവലയിൽ ഒരു വലിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജേക്കബ് ചാത്തനാട്ട്, സോണി ഈഴാറകത്ത്, റോയ്മോൻ തോമസ്, വർഗീസ് തോമസ്, ബിജു മാത്യു, ലജു പമ്പാവാസൻ, ഫാദർ അമൽ കീപ്പുറത്ത്, നന്ദനൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാരക രോഗം ബാധിച്ച നവജാത ശിശു സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. തോപ്രാംകുടി പെരുന്തൊട്ടി സ്വദേശി മുണ്ടക്കൽ ദ്വീപിന്റെ 33 ദിവസം പ്രായമായ ശിശുവാണ് ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത്. പെരുന്തൊട്ടി മുണ്ടക്കൽ അപ്പുക്കുട്ടന്റെ മകൻ ദിബിന്റെ 33 ദിവസം പ്രായമായ ആൺകുഞ്ഞിനാണ് നട്ടെല്ലിനും തലയ്ക്കും മാരകമായ അസുഖം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. നട്ടെല്ലിനുണ്ടായ അണുബാധ തലച്ചോറിനെ ബാധിച്ചതിനെ തുടർന്ന് ശിരസിനുള്ളിൽ നീർക്കെട്ടുണ്ടാകുന്ന അപൂർവ രോഗമാണ് ശിശുവിനെ ബാധിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നത്. 7 ലക്ഷം രൂപയോളം ചിലവുള്ള ശസ്ത്രക്രിയ നടത്തുവാൻ കൂലിപ്പണിക്കാരായ ദിബിന്റെ കുടുംബത്തിന് സാധിക്കില്ല. അതുകൊണ്ടുതന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പെരുന്തൊട്ടി SN ആയുർവേദ ചികിത്സാലയം ശിശുവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ആദ്യ സംഭാവന നൽകി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു, വാർഡ് മെമ്പർ ഷാജി കിഴക്കേത്തോട്ടം, ആന്റണി വർക്കി എന്നിവരുടെ പേരിൽ മുരിക്കാശ്ശേരി കാനറ ബാങ്കിൽ ഇതിനായി ജോയിന്റ് അക്കൗണ്ടും എടുത്തിട്ടുണ്ട്. എല്ലാ ജനങ്ങളും ഈ കുഞ്ഞിന്റെ ജീവനു വേണ്ടി കഴിവുള്ള സഹായം ചെയ്യണമെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ സോമൻ പള്ളിക്കടവിൽ, ഉപരക്ഷാധികാരിമാരായ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KB സെൽവം, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദൂസ് കറിയ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ കുഴിഞ്ഞാലിൽ, KP സുരേന്ദ്രൻ, PM ഫിലിപ്പ്, റോണിയോ ചിറക്കൽ പുരയിടം, KK രാജേന്ദ്രൻ, KU വിനു, ബിജു പാട്ടപ്പറമ്പിൽ, പ്രസാദ് കുഴിയിടത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി തോമസ് തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു. മെഡിക്കൽ കോളേജിൽ അതിന് സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. ആ കുഞ്ഞിന് വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി 7 ലക്ഷം രൂപയോളം അടിയന്തരമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചികിത്സാ സഹായ നിധിയിലേക്ക് അത് ഉദാരമായി സുമനസ്സുകൾ സംഭാവന ചെയ്തുകൊണ്ട് കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാനുള്ള ആവശ്യം നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുരിക്കാശ്ശേരി കാനറ ബാങ്കിൽ പുതുതായി ആരംഭിച്ച 551010103328 എന്ന അക്കൗണ്ട് നമ്പറിലാണ് പണം നിക്ഷേപിക്കേണ്ടത്. IFS കോഡ് CNRB 00055510. സ്വരാജ് മറ്റപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2ാമത് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഭാഗവത സപ്താഹത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ശ്രീകൃഷ്ണ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ് മറ്റപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭാഗവത കഥാശ്രവണം കലിയുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരമാണ്. സപ്തദിനത്തിനും യജ്ഞത്തിൽ പങ്കാളികളാകുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അയ്യപ്പൻ കോവിൽ മോഹൻജിയുടെ നേതൃത്വത്തിലാണ് സപ്താഹി യജ്ഞം നടക്കുന്നത്. ഘോഷയാത്രയോടെയാണ് സപ്താഹത്തിന് തിരിതെളിഞ്ഞത്. ഏപ്രിൽ 23-ന് ദേവിക്ക് മുന്നിൽ പൊങ്കാല സമർപ്പണം നടക്കും. എല്ലാ ദിവസവും അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 10ാമത് മഹോത്സവത്തിന് തുടക്കമായി. സപ്താഹ യജ്ഞത്തോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ഹൈറേഞ്ചിലെ പ്രമുഖ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രം. നാടിന് ഐശ്വര്യം വിതച്ച് നിലകൊള്ളുന്ന ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ 10ാമത് പരിപാടികൾ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കുന്നത്. ചെട്ടിക്കുളങ്ങര ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിലും യജ്ഞശാലയിലും നടക്കും. കൂടാതെ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. 10ാമത് ദിവസം വൈകിട്ട് 7-ന് ഏഷ്യാനെറ്റ് വാൽക്കണ്ണാടി ഫെയിം രഞ്ജിനി പാല അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, 9 മണി മുതൽ കലാമണ്ഡലം ഷൈബി കൃഷ്ണയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും നടക്കും.
കാഞ്ചിയാർ കക്കാട്ടുകട അംഗൻവാടിയിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി സെമിനാർ നടത്തി. യോഗത്തിൽ സർവീസിൽ നിന്നും പിരിയുന്ന അംഗൻവാടി ടീച്ചർ സിസിലിക്കുട്ടി എബ്രഹാമിന് യാത്രയയപ്പും നൽകി. കഴിഞ്ഞ 34 വർഷമായി കക്കാട്ടുകട അംഗൻവാടിയിലെ അധ്യാപികയാണ് സിസിലിക്കുട്ടി എബ്രഹാം. ഈ കാലയളവിൽ നൂറുകണക്കിന് കുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിപ്പിക്കുവാൻ ഈ അധ്യാപികയ്ക്ക് കഴിഞ്ഞു. ഇതിന്റെ തെളിവാണ് പൂർവ്വ വിദ്യാർത്ഥിയായ എമിലിൻ റിജിയുടെ വാക്കുകൾ. കസിൻസ് ആണെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോൾ 3ലും 4ലും എത്തിയിട്ട് പോലും UKG LKG പഠിച്ച് അവർക്ക് ഇതുവരെ മലയാളം ഒന്നും വായിക്കാൻ പോലും അറിയത്തില്ല. പക്ഷെ ഞാനൊക്കെ ആലോചിക്കുമായിരുന്നു, ഞാനിവിടെയൊക്കെ അംഗൻവാടി പഠിച്ചിട്ട് 1ാം ക്ലാസ്സിലോടൊക്കെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും മലയാളമൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ഒരു അത്യാവശ്യം ഒരു ഇപ്പം 1ലും 2ലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു അറിവ് ഞങ്ങൾക്ക് ഇവിടെ അംഗൻവാടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. കാഞ്ചാർ PHCയിലെ LHI കുഞ്ഞമ്മ PM, JPHN ടെസി ജോർജ്, ആശാ വർക്കർ സുമതി രാജു, ലതാ ഹരിദാസ്, ആർദ്ര തോമസ്, ജയമോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ഉപഹാരം ടീച്ചറിന് കൈമാറി. യോഗത്തിൽ കലാപരിപാടികൾ നടന്നു. കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരി നിന്നച്ചൻ. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് സംസ്ഥാന കമ്മിറ്റി കുമളിയിൽ നടന്നു. ഭരണകൂടങ്ങൾ മനുഷ്യാവകാശ ലംഘകരാകരുതെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നാഷണൽ ഫോറം ഓഫ് പീപ്പിൾസ് റൈറ്റ്സ് ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ടി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭാരവാഹികളായ പ്രദീപൻ മാലോത്ത്, ജിജി കാടുവട്ടൂർ, ശശികുമാർ കാളികാവ്, ഷൈൻ കാടുവട്ടൂർ, നിതിൻ നങ്ങോത്ത്, മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഭരണകൂടങ്ങൾ മനുഷ്യാവകാശ ലംഘകരാകരുതെന്നും മനുഷ്യാവകാശ സംരക്ഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റേഴ്സ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. എല്ലാവരും അക്കൗണ്ട് എടുക്കേണ്ട ഏത് ഇടപാടുകളും അക്കൗണ്ടിലൂടെ മാത്രം സാധ്യമാകുന്ന ഇക്കാലത്ത് മിനിമം ബാലൻസ് എന്ന് പറയുന്ന സംവിധാനം പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ജനങ്ങൾക്ക് എപ്പോഴും ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ ബാങ്കിംഗ് ട്രാൻസാക്ഷൻ സാധ്യമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. ബാങ്കുകൾ വഴി ഭരണകൂടം ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരെയും മറ്റ് സാമൂഹിക പ്രവർത്തകരെയും തുറങ്കിലടയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക. ടൂറിസം മേഖലയിലും മറ്റ് വൻകിട മേഖലയിലും ജലം ചൂഷണം നടത്താൻ അധികാരികൾ കൂട്ടുനിൽക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 19-ാം തീയതി തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ ഉപവാസം നടത്തുമെന്നും ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് പറഞ്ഞു. വണ്ടൻമേട്ടിൽ പ്രവർത്തിക്കുന്ന പാലാട്ട് സൂപ്പർ മാർക്കറ്റിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. മെഗാ സമ്മാനം ഉൾപ്പെടെ 101 പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകി. കഴിഞ്ഞ ജനുവരി 13-നാണ് വണ്ടൻമേട്ടിൽ പാലാട്ട് സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പണുകൾ ഏർപ്പെടുത്തിയിരുന്നു. സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പാണ് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പാലാട്ട് സൂപ്പർ മാർക്കറ്റ് അങ്കണത്തിൽ നടന്നത്. നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനമായ ഹോണ്ട ആക്ടീവ സ്കൂട്ടർ കൊച്ചർ സ്വദേശി തേപ്പുങ്കൽ എബിന് ലഭിച്ചു. 2ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ചേറ്റുകുഴി സ്വദേശി പുളവൻതറ കെ ആന്റണിക്കും 3ാം സമ്മാനം LED TV മന്തിപ്പാറ സ്വദേശിനി കുന്നുംപുറത്ത് ഓമന തോമസിന് ലഭിച്ചു. കൂടാതെ 101 പേർക്ക് നറുക്കെടുപ്പിലൂടെ പ്രോത്സാഹന സമ്മാനവും നൽകി. ആർ മണിക്കുട്ടൻ, ജോസ് പ്രസാദ്, സുനീഷ് TS തുടങ്ങിയവർ നേതൃത്വം നൽകി. തേക്കടി പുഷ്പമേളയിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുന്നു. വേനലവധി ആവശ്യിക്കാൻ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് മേളനഗരിയിൽ എത്തുന്നത്. വിഷു, ഈസ്റ്റർ ദിവസങ്ങളിൽ അപൂർവ തിരക്കാണ് 11ാമത് പുഷ്പമേളയിൽ അനുഭവപ്പെട്ടത്. മെലറ്റ്സ്റ്റോമിയ, ഡയാന്തസ്, ലിലിയം, മേരിഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറക്കുമതി പുഷ്പങ്ങളും സെലുഷിയ, ഇൽപെഷ്യൽസ്, ബിഗോണിയ, കോസ്മോസ്, ജർമ്മൻ ഗ്രാസ്, പിറ്റോണിയ, കെയിൽ, അസ്റ്റർ എന്നീ സ്വദേശീയ ഇനങ്ങളുമാണ് പുഷ്പമേളയിൽ സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ ഗജവീരന്റെ പ്രതിമയും പുലിമുരുകന്റെ പുലിയും മയിലും ലാഫിംഗ് ഗുപ്തയും കുട്ടികളെ ആകർഷകമാക്കുന്നു. കൂടാതെ പുഷ്പമേളയിലെ സ്റ്റാളുകളും ഭക്ഷണശാലകളും മേളയിൽ എത്തുന്നവർക്ക് വ്യത്യസ്ത അനുഭവമാണ് പകരുന്നത്. ദിവസവും വൈകുന്നേരങ്ങളിൽ നടത്തപ്പെടുന്ന കലാപരിപാടികൾ മേളയിൽ എത്തുന്നവർക്ക് ആസ്വാദനവും പകർന്നു നൽകുന്നു. മലപ്പുറത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഹ്ലാദമറിയിച്ച് വണ്ടിപ്പെരിയാറിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. പടക്കം പൊട്ടിച്ചും മധുരം നൽകിയുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത്. മലപ്പുറത്തെ UDFന്റെ വിജയത്തിൽ വണ്ടിപ്പെരിയാറ്റിലെ പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ വഴി ബസ് സ്റ്റാൻഡ് ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. പടക്കം പൊട്ടിച്ചും മിഠായി വിതരണം ചെയ്തും നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്.
നമ്മുടെ മറ്റ് ഘടകകക്ഷികൾ ഒഴികെയുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് സാമുദായിക സംഘടനകളൊക്കെ രഹസ്യമായും പരസ്യമായും LDFനെ പിന്തുണച്ചു. അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP അവർക്ക് എടുക്കാവുന്ന മുഴുവൻ അസ്ത്രങ്ങളും ആവനാഴിയുടെ അവസാനത്തെ അസ്ത്രം പോലും എടുത്തു പ്രയോഗിച്ചു. ജനാധിപത്യ കേരളം, ഐക്യ ജനാധിപത്യ മുന്നണി ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഐക്യത്തോടുകൂടി നടത്തിയതിന്റെ ഏറ്റവും വലിയ മാതൃക ഈ പ്രതികൂല സാഹചര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഫാസിസ്റ്റുകളും മാർക്സിസ്റ്റുകളും ഭരിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുകയാണ്. പ്രകടനത്തിന് നേതാക്കളായ TH അബ്ദുൾ സമദ്, PA അബ്ദുൾ റഷീദ്, MT സുരേന്ദ്രൻ, ഷാജി പൈനാടത്ത്, PMA അസീസ്, K ഗോപി, S ഗണേശൻ, KB നസീബ് എന്നിവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ 62-ാം മൈലിന് സമീപം കാട്ടാന ഇറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. 62-ാം മൈൽ കളരിക്കൽ ജോസിന്റെ കൃഷിയിടമാണ് കാട്ടാന നശിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ 62-ാം മൈൽ കളരിക്കൽ ജോസിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചത്. തെങ്ങ്, കവുങ്ങ്, ഏലം, കാപ്പി, കൊടി എന്നീ കൃഷിദേഹങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി സ്ഥിരമായി ഇവിടെ കാട്ടാന ഇറങ്ങുന്നതായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും തോട്ടത്തിലെ തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്കൊരു സമാധാനമില്ല. ഇപ്പോൾ ഒരു മാസമായി ആന ഇവിടെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. പണി സമയത്ത് അവിടെ ഒച്ച കേട്ട് ചോറും എടുത്തുകൊണ്ട് റോഡ് വരെ ഓടി വന്നു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ ഒരു മാസം മിച്ചം പണിയുമില്ല, രണ്ടുപേരും വീട്ടില. ഒത്തിരി നഷ്ടങ്ങൾ, ഏലമെല്ലാം മേളത്തെ ഏലമെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. 62-ാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപത്താണ് കാട്ടാന എത്തിയത്. ഇതിനെ തുടർന്ന് പ്രദേശവാസികളും കോളേജ് വിദ്യാർത്ഥികളും ഭീതിയോടെയാണ് കഴിയുന്നത്. തേക്കടി വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇത്. ഇതിനാലാണ് വന്യമൃഗങ്ങൾ ഇവിടെ എത്താൻ കാരണമാകുന്നത്. വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഫോറസ്റ്റ് അധികൃതർ നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. AKTA ജില്ലാ കൺവെൻഷൻ 19-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു ഉദ്ഘാടനം ചെയ്യും. 20 ഏരിയകളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത 200 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. കാഞ്ചിയാർ പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള സാഹസിക വിനോദയാത്ര ശ്രദ്ധേയമാകുന്നു. കാഞ്ചിയാർ പഞ്ചായത്തും ഫ്രണ്ട്സ് ഓഫ് അഞ്ചുള്ളിയും സംയുക്തമായാണ് വിനോദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. തുറന്ന ജീപ്പിലാണ് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള യാത്ര നടത്തുന്നത്. കാനനപാതയിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പോലും അധികമാരും കണ്ടിട്ടില്ലാത്തതും എന്നാൽ കാഴ്ചയ്ക്ക് പുത്തൻ അനുഭവം നൽകുന്നതുമാവുകയാണ് ഈ യാത്ര. രാവിലെ മുതൽ അഞ്ചുരുളിയിൽ നിന്നും വാളാടുപാറ, തേൻപാറ, കോവിൽമല, കൊച്ചിടുക്കി, തൂക്കുപാലം, അയ്യപ്പൻ കോവിൽ ക്ഷേത്രം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കും. വ്യത്യസ്തമായ അനുഭവം പങ്കുവയ്ക്കുന്ന യാത്രയാണ് അഡ്വഞ്ചർ ടൂറിസം നൽകുന്നത്. വാളാടുപാറ, തേൻപാറ, കോളേജുമല, കല്യാണത്തണ്ട് ആദിവാസിക്കുടി, തൂക്കുപാലം, അയ്യപ്പൻ കോവിൽ പഴയ ക്ഷേത്രം, ഓലിക്കൽ കളരി സംഘത്തിന്റെ കളരി എന്നീ സ്ഥലങ്ങൾ കോർത്തിണക്കിയ പാക്കേജായാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ട്രിപ്പിന് 2000 രൂപ നിരക്കിലാണ് ഫീസ്. സാഹസികത നിറഞ്ഞ ടൂറിസത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ സാഹസികത നിറഞ്ഞ യാത്രയ്ക്ക് അഞ്ചുരുളിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അഞ്ചുരുളി ടൂറിസത്തിന് അഡ്വഞ്ചർ ടൂറിസം ഒരു മുതൽക്കൂട്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 79. വിൽപ്പനയ്ക്ക് വന്നത് 10,522. വിൽപ്പന നടന്നത് 8,576. കൂടിയ വില 1,228. ശരാശരി വില 974. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ. ഏലം കൂടിയത് 1050, ശരാശരി 950. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 126 രൂപ. ഗ്രാമ്പു 600 രൂപ.
കൊക്കോ 35 രൂപ, റബ്ബർ 130 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2790 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് തീരുമാനിക്കാൻ കളക്ടറുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിൽ പ്രത്യേക യോഗങ്ങൾ. കയ്യേറ്റം ഒഴിപ്പിക്കാൻ സബ് കളക്ടർ കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടു. ടൂറിസം രംഗത്ത് ജില്ലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി MM മണി. അണക്കെട്ടുകളെ ബന്ധപ്പെടുത്തിയുള്ള ഹൈഡൽ ടൂറിസം പദ്ധതികൾ വിപുലീകരിക്കും. കനത്ത വേനൽ ചൂടിൽ ഇടുക്കി ജില്ല ചുട്ടുപൊള്ളുന്നു. വരൾച്ച വർദ്ധിച്ചതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷം. തങ്കമണി വില്ലേജ് ഓഫീസ് ജീർണാവസ്ഥയിൽ. കുടിവെള്ളവും പ്രാഥമിക സൗകര്യങ്ങളുമില്ലാതെ ജനങ്ങളും ജീവനക്കാരും വലയുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.